ഹലോ ഹായ്. കറുപ്പ് സൂര്യനായകനായി ആർ.ജെ. ബാലാജി ഡയറക്റ്റ് ചെയ്ത ഏറ്റവും പുതിയ സിനിമയായ കറുപ്പിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡയറക്ഷൻ മാത്രമല്ല ആർ.ജെ. ബാലാജി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ കൂടി ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, എന്നാലും പുള്ളിയുടെ പണ്ണൽ വല്ലാത്ത ഒരു പണ്ണലായിപ്പോയി. അതിലേക്കൊക്കെ ഞാൻ വരാം. ജി.കെ. വിഷ്ണുവാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആർ. കലൈവണ്ണൻ. സാധാരണ ഒരു മാസ് മസാല സിനിമകളിൽ അങ്ങനെ ഒരു എഡിറ്റിംഗ് എനിക്കങ്ങനെ മോശമായിട്ടൊന്നും തോന്നാറില്ല. പക്ഷേ ഇതിൽ എഡിറ്റിംഗ് ഭയങ്കര ബാഡായിട്ട് തോന്നി. നമ്മൾ സാധാരണ രാവിലെയാണ് റിവ്യൂ ഇടാറുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ ഇത്ര ലേറ്റ് ആയത് അവരുടെ ഭാഗത്തുള്ള പ്രശ്നം കൂടി കൊണ്ടാണ്. സിനിമ ഇന്നലെ റിലീസാവേണ്ടതായിരുന്നു, റിലീസായില്ല. കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇതിൽ ഒരുപാട് കാസ്റ്റ് ഉണ്ട്. അതിലെനിക്ക് ഒരു രസകരമായിട്ട് തോന്നിയത്, നമ്മുടെ മലയാളത്തിലെ ഒരു ടെമ്പോ ട്രാവലർ എടുത്തിട്ട് കുറേ ആക്ടേഴ്സിനെ കൊണ്ടുപോയിട്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അഭിനയിപ്പിച്ച പോലെ എനിക്ക് തോന്നി. ഒരുപാട് അതിൽ നമ്മുടെ മുത്ത് ഇന്ദ്രൻ ചേട്ടൻ നല്ല ഒരു ക്യാരക്ടർ ചെയ്യുന്നു. സ്വാസിക, ശിവദ, അനഘമായ രവി. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആസ് എ സൂര്യ ഫാൻ നമ്മൾ അണ്ണനൊരു കംബാക്ക് കിട്ടണമെന്ന് ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്ന കുറേ നിമിഷങ്ങളുണ്ട്. തുടക്കമൊക്കെ ഗംഭീരമായിരുന്നു. പാതി അപരാധം എന്ന് ഞാൻ ക്യാപ്ഷനിൽ തമ്മിൽ കൊടുക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. ഗംഭീരമായ തുടക്കം. എനിക്ക് ഈ ഒരു ഇൻ്റർവെല്ലിന് തൊട്ട് മുമ്പ് വരെയൊക്കെ, കുറച്ച് മുമ്പ് വരെയൊക്കെ സാധനം സെറ്റാണ്, സേഫാണ്, ഒരു കംബാക്ക് മിക്കവാറും ഓക്കെ ആണ് എന്നുള്ളൊരു സാധനത്തിലേക്കൊക്കെ വന്നു. നമ്മൾ ഈ എന്താ പറയുക, സിനിമ എനിക്ക് തോന്നിയത് നമ്മുടെ ഈ നാരായണത്തുരാധൻ കല്ലുരുട്ടി കയറ്റൂലേ, തുടക്കത്തിൽ ഇങ്ങനെ കയറ്റി നല്ല ഗംഭീരമായിട്ട് കയറ്റി ഏറ്റവും മുകളിലെത്തിയിട്ട് ഇതിവിടെ നിന്ന് ഇങ്ങനെ താഴത്തോട്ടിടുന്ന ഒരു പരിപാടിയില്ലേ, അതാണ് പരിപാടി. ഗംഭീരമായൊരു ഫ്ലോട്ട് കിട്ടിയിട്ട് അടിച്ച് അലമ്പാക്കി. സെക്കൻഡ് ഹാഫൊക്കെ താങ്ങൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മലയാളി എന്ന നിലക്ക് ഇത് വല്ല തെലുങ്കിലൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഓക്കെ. നമ്മൾ അഖണ്ഡ 2ൻ്റെ ഒരു ഏതാണ്ട് ആ ഒരു പരിപാടിയൊക്കെ ഷെയ്ഡൊക്കെ എനിക്ക് അടിച്ചിട്ടോ പല സമയത്തും. നമുക്ക് താങ്ങാൻ പറ്റില്ല, അമ്മാതിരി അപരാധമാണ് സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇത് നല്ല അടിപൊളിയായിട്ട് തുടങ്ങിയിട്ട് സെക്കൻഡ് ഹാഫിൽ ഇത് ഫാൻസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ കുറേ എന്താ പറയുക, ഫാൻസി ഡ്രസ്സ് ചെയ്യണോ, അങ്ങനെ ഒരു വഹ പരിപാടിയാണ്. ഞാൻ ആലോചിക്കുന്നത് ഇതിനു മാത്രം മുളക് പൊടി ഇതെവിടെ കിടക്കുന്നു എന്നാണ്. മുളക് പൊടി വെച്ചിട്ട് ഇവർ എൻ്റെ പൊന്നു പറയും. പിന്നെ ആർ.ജെ. ബാലാജി പുള്ളി ക്യാരക്ടറൊക്കെ വലിയ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഇത് പുള്ളിക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പടം എടുത്തിട്ട് സൂര്യനെയും കൂടി കൊണ്ടുവന്ന് കാമിയോ പരിപാടിയൊക്കെ ചെയ്യും. എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നിയത്. ഇത് എന്തിനാണ് സൂര്യ ഇങ്ങനത്തെ ഒരു പടത്തിൽ കയറി അഭിനയിക്കുന്നത്? ഭയങ്കര സങ്കടം തോന്നുന്നു നമ്മൾ ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ ആയിട്ട്. ഭയങ്കര ബാഡ് അടിച്ചു ഇറങ്ങിയപ്പോൾ. കാരണം അടിപൊളിയായിട്ട് തുടങ്ങിയത്, ഞാൻ ആ തുടക്കം പറഞ്ഞല്ലോ, അടിപൊളിയായിട്ട് തുടങ്ങിയിട്ട് നമ്മളിതിങ്ങനെ കൊണ്ടുപോയി ഏറ്റവും അവസാനം കലവടക്കുന്ന പരിപാടി. സെക്കൻഡ് ഹാഫൊക്കെ അൺസഹിക്കബിൾ പരിപാടി. അതാണ് ഞാൻ പാതി അപരാധം എന്ന് ഞാൻ പറയാൻ കാരണം. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ ഗംഭീരമായിട്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് തോന്നിയത് ഇന്ദ്രൻ ചേട്ടൻ്റെ പെർഫോമൻസ്. ആ ക്ലൈമാക്സിലൊക്കെ എനിക്ക് തോന്നുന്നു സൂര്യയൊക്കെ സൈഡായി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് സീനൊക്കെ. കാരണം അതിനും മാത്രം ഗംഭീരമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഉള്ളിലുള്ളൊരു നിസ്സഹായാവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അത് ഗംഭീരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തിട്ട് എന്താണ് കാര്യം, ഇത് ചുമരില്ലാതെ ചിത്രം വരച്ചിട്ട് എന്താ കാര്യം എന്നുള്ളത് ചോദിക്കണ പോലെ മഹാ അലമ്പാക്കി കളഞ്ഞു സെക്കൻഡ് ഹാഫ്. എനിക്കത് ഒന്നാമത്തെ കാര്യം, ഈ ആർ.ജെ. ബാലാജിയുടെ മുമ്പത്തെ മറ്റേ മൂക്കുത്തിയമ്മൻ പോലെയുള്ള സിനിമകളുടെ കുറേ റെഫറൻസുകൾ, ഈ മൂക്കുത്തിയമ്മൻ്റെ റെഫറൻസ് അതവിടെ നിൽക്കട്ടെ, മറ്റ് ചില ഇപ്പോൾ ലിയോ പോലത്തെ ഉള്ള പരിപാടികളൊക്കെ, ലിയോ സിനിമയിലെ കണ്ടവർക്ക് മനസ്സിലാവും, ലിയോ സിനിമയിലെ പോലത്തെ കുറച്ച് റെഫറൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. റെഫറൻസൊക്കെ കുറേ പരിപാടികളൊക്കെ രസമായിട്ട് വന്നിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ആർ.ജെ. ബാലാജി ഇങ്ങനത്തെ കുറേ റെഫറൻസ്, അയാളുടെ മൂക്കുത്തിയമ്മൻ പോലെയുള്ള പടങ്ങളുടെ റെഫറൻസൊക്കെ വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എനിക്ക് ടോട്ടലി ഒരു ഒരു ബിലോ ആവറേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ നമ്മൾ കഷ്ടപ്പെട്ട ആവറേജ് എന്ന് പറയേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്കാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പിന്നെ ഒന്നാമത്തെ കാര്യം, എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ, അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇതെന്താ പറയുക, ഒരു ആത്മീയത അല്ലെങ്കിൽ ദൈവികതയും അതുപോലെ തന്നെ ഈ നമ്മുടെ നമ്മുടെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സ്ഥലത്തെ നീതിന്യായ വ്യവസ്ഥയും തമ്മിൽ ഇതൊരു ഒരു ഒരു കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ അത് തമ്മിൽ ഉള്ളൊരു പരിപാടി എനിക്ക് എന്തോ അത് അത്ര അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഏതെങ്കിലും ഒരെണ്ണത്തിൽ കിടന്ന് പരിപാടി നടത്തുക. അതുപോലെ സൂര്യയുടെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു, അതിനകത്ത് തർക്കമൊന്നുമില്ല. ഈ കറുപ്പ് സ്വാമിയായിട്ട് വരുന്നത് സൂര്യയാണ്. ഇൻട്രോ കലക്കൻ ഇൻട്രോ ആയിരുന്നു.
പക്ഷേ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു ദൈവിക സങ്കല്പവും ഈ മനുഷ്യനും തമ്മിൽ കൂടിച്ചേരുന്ന പരിപാടി. ഒന്നാമത്തെ കാര്യം ഇത് തമിഴ് സിനിമയിൽ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് എന്തൊക്കെയാണെങ്കിലും രക്ഷകൻ പരിപാടിയൊക്കെ തന്നെയാണ്. ഇവർക്കിത് മടുക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മളിതിങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത്. തമിഴിൽ ഒരുപക്ഷേ കുറച്ച് ഓഡിയൻസ് ഇത് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും. എനിക്കറിയില്ല. ഫാൻസിന് ഇത് ഓക്കെ ആയിരിക്കും. എന്തുകൊണ്ട് കാരണം കുറേ നാളുകളെത്തി സൂര്യയുടെ ഒരു ഒരു ഫാൻസിനെ ആഘോഷിക്കാൻ പറ്റുന്ന കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്.